ഹായ് സ്റ്റുഡൻറ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 37 ആണ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ലീനിയർ പ്രോഗ്രാമിംഗിൻ്റെ ചാപ്റ്റർ ആണ് പറയുന്നത്. സോ നമ്മൾ നോക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ്, ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പ്രോഗ്രാമിംഗ്, പ്രോബ്ലംസ്, ഒബ്ജക്റ്റീവ്സ്, ഡെഫിനിഷൻ ഓഫ് വേരിയസ് ടേംസ് ഇൻവോൾവ്ഡ് ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ് ആണ് പറയുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. എ ടോയ് ഡീലർ goes to the wholesale market with rupees 1,500 to purchase toys for selling. In the market, there are various types of toys available. അപ്പോൾ ആ ഒരു മാർക്കറ്റിൽ ഒരുപാട് ടോയ്സ് ഉണ്ട്. ആൻഡ് എന്താ പറയുന്നത്, അവിടുത്തെ ടോയ് വിൽപ്പനക്കാരനല്ലേ ടോയ് ഡീലർ, അത് ഹോൾസെയിൽ മാർക്കറ്റിൽ ഒരു 1,500 രൂപക്കാണ് അത് വിൽക്കുന്നത്. ഫ്രം quality point of view, he finds that a toy of type A and type B are suitable. അപ്പം നമ്മൾ ക്വാളിറ്റി നോക്കിയിട്ട് ടോയിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ എ എന്നുള്ളത്, ഇപ്പം എ എന്നുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളത് അല്ലെങ്കിൽ ബി എന്നുള്ളതാണ് നല്ല ക്വാളിറ്റി, അങ്ങനെ ക്വാളിറ്റി സ്പ്ലിറ്റ് ആയിട്ട് നമ്മൾ അതിനെ എ ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. സോ ഇവിടെ എ എന്നുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് എ ടോയ്സ് ₹300 ഈച്ച്, ഒരു ടോയ്ക്ക് 300 രൂപയൊക്കെ വെച്ചിട്ട് കൊടുക്കുന്ന. ബി എന്നുള്ള എന്താ പറയാ കാറ്റഗറിയിലുള്ള ടോയ്ക്ക് 250, അതായത് 250 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. സോ ഹി നോസ് ദാറ്റ് ദ ടൈപ്പ് എ ടോയ് ക്യാൻ ബി സോൾഡ് ഫോർ 325 ഈച്ച്, while the type of B toy can sold for 265 each. അതായത് ഇപ്പോൾ ഒരു ടോയ്ക്ക് 300 റുപ്പീസേ ഉള്ളത്, പക്ഷേ അവര് അത് വിൽക്കുന്നത്, ഇപ്പം വിറ്റത് 325 രൂപക്ക് വിറ്റു. 300 രൂപയേ ഉള്ളൂ, പക്ഷെ അവരെ ഇതില് 325 രൂപക്ക് അത് വിറ്റു. ആൻഡ് അതുപോലെ ടോയ് ബി കാറ്റഗറിയിൽ 250 രൂപ ഉള്ളത് 265 രൂപക്ക് വിറ്റ്. Within the amount available to him, he would like to make maximum profit. അത് എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് നോക്കാം, അയാൾ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് ആണല്ലോ. 300 ഉള്ളതിന് 325 വിറ്റു. സോ നമ്മൾ ആലോചിച്ച് നോക്കി, 25 റുപ്പീസ് എക്സ്ട്രാ. ഓക്കെ, അതിനൊരു പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കാനാണ് നോക്കിയത്. His problem is to find out how many type A and type B toys should be purchased so it gets maximum profit. So he can prepare the following table taking into account all possible combinations of type A and type B toys subject to the limitation on the investment. Okay. അപ്പം A type, B type, investment, amount after sale, അതായത് including the unutilized amount if any, അതുപോലെ നെക്സ്റ്റ് പ്രോഫിറ്റ് ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ് ആണ് പറയുന്നത്. അപ്പം 1 2 3 4 5 കോളംസ് ഉണ്ട്. അപ്പം എ എന്നുള്ള കോളം നോക്കാം. എ ടൈപ്പ്, ബി ടൈപ്പ്, ഇൻവെസ്റ്റ്മെന്റ് എത്ര ഇൻവെസ്റ്റ് ചെയ്തു. എ ടൈപ്പ് പറഞ്ഞാൽ 0 1 2 3 4 5 ആൻഡ് ബി എന്ന് പറഞ്ഞത് 6 4 3 2 1 0. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് 1,500 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, എ ടൈപ്പ് 0 ഒന്നുമില്ല, 6, ബി ടൈപ്പ് 6 1,500 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. എമൗണ്ട് ആഫ്റ്റർ സെയിൽ, അതായത് നമ്മളിത് വിറ്റതിന് ശേഷമുള്ള എമൗണ്ട് എന്ന് പറഞ്ഞത്, അത് വിറ്റത് 1,590 രൂപക്ക്. വിറ്റതിന് ശേഷം നമുക്ക് 1,500, ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. അതിപ്പോ എത്ര ഒരു ടോയ് നമ്മൾ മേടിക്കണല്ലോ, നമ്മളിപ്പോ ഒരു കടക്കാരനാണെങ്കിൽ ആദ്യം അവര് ടോയ് മേടിച്ച് അവരെ കയ്യിൽ വെക്കണം. അപ്പൊ അവര് മേടിച്ചത് ടോട്ടൽ 1,500 രൂപയാണ് ആയത്. പിന്നെ അത് ആൾക്കാർക്ക് വിൽക്കുമ്പം എക്സ്ട്രാ പൈസ കൂട്ടിയിട്ട് വിൽക്കുന്നുണ്ട് 1,590 രൂപ. ഓക്കെ, അതാണ് കിട്ടിയത്. അപ്പൊ ഇവരെ പ്രോഫിറ്റ് എത്രയാണ്? അയാൾ ആകെ മുടക്കിയത് 1,500 രൂപയേ ഉള്ളൂ, പക്ഷെ അയാൾക്ക് 1,590 രൂപ കിട്ടി. സോ അവർക്ക് 90 രൂപ എക്സ്ട്രാ കിട്ടി. അതായത് ലാഭം 90 എന്ന് പറയുന്നത്, പ്രോഫിറ്റ് 90. ഒന്നുമില്ല, 1,590 മൈനസ് 1,500 ചെയ്താൽ മതി. ഇവിടെ ഓരോന്ന് അങ്ങനെ മൈനസ് ചെയ്താൽ കിട്ടും 90. ഓക്കെ, ദെൻ ഇവിടെ എ ടൈപ്പ് 1, ബി ടൈപ്പ് 4 ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇവിടെ 1,300 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. വിറ്റ് കഴിയുമ്പോഴത്തേക്ക് 1,585 രൂപ കിട്ടി. സോ എത്രയാണ് ഇത് പ്രോഫിറ്റ് എത്രയാണ് കിട്ടുക ഉള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതുപോലെ നമ്മളിപ്പോ നോക്കാം,
ഇവിടെ 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടേബിൾ ഫുൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. മൈനസ് സംഭവം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്തതും വിറ്റതും. അപ്പം ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ പ്രോഫിറ്റും 90 രൂപ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കാം. ഇവിടെ ഇതിന്റെ $285 ആ പ്രോഫിറ്റ്, ബിക്കോസ് ഇത്രയും കിട്ടി. ആൻഡ് ഇത് മൈനസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് മൈനസ് ചെയ്യുമ്പോൾ 285 ആണ് കിട്ടാം. അതുപോലെ എന്താ പറയാ, അടുത്തതിന്റെ നോക്കുമ്പോഴത്തേക്ക് 1595 1350 ഉണ്ട്. സോ ഇത് കിട്ടാന്ന് വെച്ചാൽ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാ 245 ആണ്. ഇനി ഇവിടെ നിന്ന് നമുക്കിത് 205 ആണ് ഇതിന്റെ പ്രോഫിറ്റ് കിട്ടാം. ഇവിടെ 165 ആണ് കിട്ടാം. ഇത് 125 തന്നെയാണ് കിട്ടാം. സോ ഇതാണ് അതിന്റെ പോസിബിൾ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നൗ ദ ഡിസിഷൻ ലീഡിങ് ടു മാക്സിമം പ്രോഫിറ്റ് is clear. So 5 type A toys should be purchased. To the above was easy to handle because the choice was limited to types and the number of items to be purchased was small. Here all possible combinations were thought of and the corresponding gain calculated, but on must make sure that he has taken all possibilities into account. A situation faced by the retailer of radio set similar to the one given above is described below. A retailer of radio sets wishes to buy a number of radio sets from the wholesaler. There are two types, type A and type B, two types of radio sets ഉണ്ട്, which he can buy. Type A cost 360 രൂപയാണ് ടൈപ്പ് A കോസ്റ്റ് ചെയ്യുന്നത്, ആൻഡ് റേഡിയോന്റെ ആണ്. ടൈപ്പ് ബി കോസ്റ്റ് ചെയ്യുന്നത് 240 ഈച്ച്, ഓരോന്നിനും കോസ്റ്റ് ചെയ്യുന്നത്. ദ റീറ്റെയിലർ ക്യാൻ ഇൻവെസ്റ്റ് അപ് ടു 5760. ഇവിടെ 5760 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. ബൈ സെല്ലിംഗ് ദ റേഡിയോ സെറ്റ്സ് ക്യാൻ മേക്ക് ദ പ്രോഫിറ്റ് 50 ഓൺ ഈച്ച് സെറ്റ് ഓഫ് ടൈപ്പ് എ ആൻഡ് 40 ഓൺ ടൈപ്പ് ബി. അപ്പൊ നമ്മൾ ഇത് വിൽക്കുന്ന സമയത്ത് റേഡിയോ ടൈപ്പ് എ ഉള്ള റേഡിയോന്ന് ഓരോന്നും 50 രൂപ പ്രോഫിറ്റ് അധികം കിട്ടി, ലാഭം കിട്ടി. ആൻഡ് അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ ടൈപ്പ് എ കോസ്റ്റ് ചെയ്യുന്നത് 360 രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയത് എത്രയാ, 410 രൂപ, അതായത് 360 പ്ലസ് 50. അതുപോലെ ബി ഇവിടെ 40 രൂപയാണ് എക്സ്ട്രാ കിട്ടിയത്, 240 പ്ലസ് 40 280. ഹൗ മെനി ഓഫ് ഈച്ച് ടൈപ്പ് ഷുഡ് ഹി ബൈ ടു മാക്സിമം ഹിസ് ടോട്ടൽ പ്രോഫിറ്റ്, അതാണ് പറയുന്നത്. Here we have to maximize the profit. Sometimes we come across a problem in which the costs are to be minimized. So consider the following problem. ഈ problem നോക്കാം. Two tailors A and B earn 150 and 200 per day respectively. ഒരു ദിവസം A എന്ന് പറയുന്ന ടൈലർ 150 രൂപയും ആൻഡ് ബി എന്ന് പറയുന്ന ഒരു ദിവസം 200 രൂപയാണ് ഉള്ളത്. A can stitch 6 shirts and 4 pants. A എന്നുള്ള ടൈലർ 6 ഷർട്ടും 4 പാൻറ്റുമാണ് അടിച്ചത് ഒരു ദിവസം. ആൻഡ് ബി എന്ന് പറയുന്നത് 4 ഷർട്ട്സ് 7 പാൻസ് ഒരു ദിവസം അടിച്ചു. സോ ഹൗ മെനി ഡേയ്സ് ഷാൽ ഈച്ച് വർക്ക് ഇഫ് ദേ വാണ്ടഡ് ടു പ്രൊഡ്യൂസ് അറ്റ് ലീസ്റ്റ് 6 ഷർട്ട്സ് ആൻഡ് 72 പാൻസ് അറ്റ് എ മിനിമം കോസ്റ്റ്. ഇൻ ദിസ് പ്രോബ്ലം നമ്മൾ എന്താ വി ഹാവ് ടു, ഇവിടെ ചോദിക്കുന്നത് വെച്ചാൽ എത്ര ദിവസം കൊണ്ടാണ്, എത്ര ദിവസം ഒരു വർക്ക് ചെയ്താലാണ് 60 ഷർട്ടും 72 പാൻസും അടിക്കാൻ പറ്റാന്നുള്ളത്. സോ ഇൻ ദിസ് വർക്ക് വി ഹാവ് ടു മിനിമൈസ് ദ ലേബർ കോസ്റ്റ്. ഓക്കെ, ഇവിടെ
labor cost minimize. These type of problems, maximization and minimizations are called optimization problem എന്ന് പറയുന്നത് ഇങ്ങനത്തെ type problems ന. And the technique followed by mathematicians to solve each problems is called linear programming. Okay, ഇതാണ് linear programming എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് മാക്സിമൈസേഷനും മിനിമൈസേഷനും ഒപ്പരുള്ളതിനാ എന്ത് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് പറയും. അതുപോലെ താഴെ പറയുന്നുണ്ട് എന്താ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും ആയാൽ എന്താക്കുന്നു, എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പഠിക്കുന്നതെന്ന് വെച്ചാൽ, അണ്ടർസ്റ്റാൻഡ് ദ ടെർമിനോളജി യൂസ്ഡ് ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ്, convert different types of problems into a linear programming problem, use graphical method to find solutions of a linear programming problems. അപ്പോൾ നമുക്ക് തുടങ്ങാം. Definition of various terms involved in linear programming. A close examinations of the example cited in the introduction points out on basis property that all these problems have in common. In each example, we were concerned with maximizing or minimizing some quantity. Okay. In first two examples, ആദ്യത്തെ രണ്ട് examples, we wanted to maximize the return on the investment. In third example, we wanted to minimize the labor cost. So, എന്താ പറയാ, in linear programming technology, the maximization or minimization of quantity is referred to as the objective of the problem. In objective function എന്താണ്? In a linear programming problem, ഒരു linear programming പ്രോബ്ലത്തിലെ z, the linear function of the variable which is optimized, is called objective functions എന്ന് പറയും. The linear function of variables which is to be optimized, അതാണ് objective function. Here a linear form means mathematical expression of type a1 x1 plus a2 x2 plus an xn, where a1, a2, an are constants and x1, x2, xn's are variables. A എന്ന് പറയുന്നത് constants ഉം x എന്ന് പറയുന്നത് variables ആണ്. In linear programming problems, the product, services, project, etc. that are competing with each other for sharing the given limited resources are called variables or decision variables. Okay. Any constraints എന്ന് പറഞ്ഞാല് the limitation on resources like cash in hand, production capacity, manpower, time machine, etc. ഇതൊക്കെയാണ് constraints എന്ന് പറയുന്നത്. കയ്യിൽ ക്യാഷ് വരുന്നത്, പ്രൊഡക്ഷന്റെ കപ്പാസിറ്റി, പിന്നെ മാൻ പവർ, ടൈം എന്ന് പറയുന്നത്, മെഷീൻസ്, ഇതൊക്കെയാണ് constraints which are to be allocated among various competing variables are in the form of linear equations or inequalities which are called constraints or restrictions. ഇത് ഒരു നമുക്ക് എന്താ പറയാം, ലീനിയർ ഇക്വേഷൻസ് ഓർ ഇൻഇക്വാലിറ്റീസ് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനെയാണ് നമ്മൾ constraints എന്ന് പറയുന്നത്. അതുപോലെ നോൺ negative restrictions. All decisions variables must assume non-negative values, as negative values of physical quantities is an important situation. Linear programming. Formulation of linear programming
പ്രോബ്ലം ജോമെട്രിക് അപ്രോച്ച് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ് പറയുന്നത്. Formulation of linear programming problem എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the formulation of linear programming problem as the mathematical model involves the following key steps. First step എന്താണ് include ചെയ്യുന്നത് എന്ന് വെച്ചാൽ identify the decision variables to be determined and expressed them in terms of algebraic symbols. അതായത് x1 x2 x3 ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 identify all the limitations in the given problem. Adil identify the decision variables. Okay, then and the second step identify all the limitations in given problem and then expressed as the linear equations ആയിട്ട് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നു. ആദ്യം നമ്മൾ എന്താ പറഞ്ഞു, വേരിയബിൾസിനെ നമ്മൾ എന്ത് പറഞ്ഞു, സിമ്പിൾസ്, അതായത് ഐഡന്റിഫൈ സ്റ്റെപ്പ് 1 ഐഡന്റിഫൈ ദ ഡിസിഷൻ വേരിയബിൾസ് ടു ബി ഡിറ്റർമൈൻഡ് ആൻഡ് അതിന് നമ്മൾ ആൾജിബ്രായിക് സിമ്പിൾസ്, അതായത് x1 x2 x3 ആൻഡ് ദെൻ അത് മേക്ക് ചെയ്ത് ഒരു ലീനിയർ ഇക്വേഷൻസ് ഉണ്ടാക്കിയാണ് ഓർ ഇൻഇക്വാലിറ്റീസ് ഇൻ ടേംസ് ഓഫ് എബവ് ഡിഫൈൻഡ് ഡിസിഷൻ വേരിയബിൾസ്. ആ ഒരു വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന് ഒരു ഇക്വേഷൻസ് ഉണ്ടാക്കുവാണ്. സ്റ്റെപ്പ് 3 പറഞ്ഞ ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ്സ് വിച്ച് ഇസ് ഒപ്റ്റിമൈസ്ഡ്, മാക്സിമൈസ്ഡ് ഓർ മിനിമൈസ്ഡ്. ഓക്കെ, ഒപ്റ്റിമൈസ്ഡ് വെച്ചാൽ ഓക്കെ, ആൻഡ് എക്സ്പ്രസ് ഇറ്റ് ആസ് ലീനിയർ ഫംഗ്ഷൻ ഓഫ് എബവ് ഡിഫൈൻഡ് ഡിസിഷൻ വേരിയബിൾസ്. ഇനി എക്സാമ്പിൾസ് നോക്കാം. എ റീറ്റെയിലർ wishes to buy a number of transistors radio sets of type A, B. ഇവിടെ പറഞ്ഞു എയും ബിയും ഒരു എന്താ റീറ്റെയിലർ റേഡിയോ ഉണ്ട്. ടൈപ്പ് എ എന്ന് പറഞ്ഞത് 360 രൂപ കോസ്റ്റ് ചെയ്യുന്നത് ഒന്നിന്, ആൻഡ് ബി കോസ്റ്റ് ചെയ്യുന്നത് ടൈപ്പ് ബി കോസ്റ്റ് ചെയ്യുന്നത് 240 each. The retailer cannot sell more than 20 sets, so he does not want to buy more than 20 sets and he cannot afford to pay more than 5760. അതായത് ഇവിടെ പറയുന്ന റീറ്റെയിലർ അവർക്ക് അറിയാം എന്താ ഒരു 20 മേലെ അത് 20 അല്ലെങ്കിൽ അതിന് മേലെ നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. സോ എന്താക്കും 20 മേലെ അത് അവർ വാങ്ങുന്നില്ല, മീൻസ് ആ റീറ്റെയിലർ മേടിക്കുന്നില്ല. സോ എന്താ അതുകൊണ്ട് തന്നെ 5760 മേലെ അവർക്ക് അഫോർഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഹിസ് എക്സ്പെക്ടേഷൻ ഈസ് ദാറ്റ് ഹി വുഡ് ഗെറ്റ് എ പ്രോഫിറ്റ് 50 ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് എ ആൻഡ് 40 ഫോർ ഈച്ച് ടൈപ്പ് ബി. അപ്പൊ അയാൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 50 രൂപ എന്താക്കുന്നു ടൈപ്പ് എക്ക് കിട്ടും, എക്സ്ട്രാ കിട്ടും, പ്രോഫിറ്റ് കിട്ടും, ലാഭം കിട്ടും. ഒരു റേഡിയോന്ന് എന്താ 50 രൂപ, ടൈപ്പ് എ ഉള്ള ഒരു റേഡിയോന്ന് 50 രൂപ പ്രോഫിറ്റ് കിട്ടും. അതുപോലെ ടൈപ്പ് ബി 40 രൂപ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് ഒന്നിന്ന്. സോ ഫ്രം ദ മാത്തമാറ്റിക്കൽ മോഡൽ ഫൈൻഡ് ഹൗ many of each type of would be purchased in order to make his total profit as large as possible. Total profit increase ചെയ്യാൻ വേണ്ടിയിട്ട്. Suppose the retailer x1 sets type A, x2 sets type B. ഒന്നുമില്ല, നമ്മൾ x1 x2 വേരിയബിൾസ് ആയിട്ട് ആദ്യം സ്റ്റെപ്പ് 1 അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ടൈപ്പ് A എന്നുള്ളത് x1, ടൈപ്പ് B എന്നുള്ളത് x2. Since the number of sets each type of non-negative, അത് നെഗറ്റീവ് അല്ലല്ലോ, മീൻസ് അതെന്ന് വെച്ചാൽ റേഡിയോ ആണ്. അപ്പൊ നമ്പേഴ്സ് എത്ര നമ്പേഴ്സ് ഉണ്ടാവും, അത് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനെ സീറോനെക്കാട്ടിയും വലുതായിരിക്കും. ഒന്നിക്കിൽ ഒന്നും ഉണ്ടാവില്ല, ടൈപ്പ് എ ഒന്നും ഉണ്ടാവില്ല, ടൈപ്പ് ബി ഉണ്ടാവും. അതുകൊണ്ട് 0 ഓർ സീറോനെക്കാട്ടിയും ഗ്രേറ്റർ. അതാണ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത്. ഓൾസോ ദ കോസ്റ്റ് x1 സെറ്റ് ടൈം എ ആൻഡ് x2 സെറ്റ്സ് ഓഫ് ടൈപ്പ് ബി. കോസ്റ്റിനെ നമ്മൾ x1 x2 എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. x2 സെറ്റ്സിന്റെ കോസ്റ്റും x1 സെറ്റിന്റെ കോസ്റ്റും നമ്മൾ ആദ്യത്തെ കോസ്റ്റ് 360 ആണ്. സോ 360 x1 അത് ടൈപ്പ് എ ആൻഡ് 240 x2 ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ഓർ ലെസ് ദാൻ 1760. നമ്മൾ ഓൾറെഡി പറഞ്ഞു 5760നെക്കാട്ടിയും കൂടൂല, ചിലപ്പോൾ ആ ഒരു ഇതാവാം. സോ നമ്മൾ ഈ ഇക്വേഷൻ 360 x1 പ്ലസ് 240 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5760. നമ്മളുടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 5700 കൂടുതലാവാൻ പാടില്ല, അതുകൊണ്ടാണ് ഗ്രേറ്റർ സൈൻ ഇടാത്തത്. ഒന്നിക്കിൽ 5700, അതുകൊണ്ട് ഈക്വൽ ടു വന്നത്, അല്ലെങ്കിൽ 5700നെക്കാളും കുറവ്. സോ ഈ 3 ടേമിൽ നമുക്കൊന്ന് ഇത് ചെയ്യാം, എന്ത് ചെയ്യാം, ഷോർട്ട് ആക്കാം. അങ്ങനെ ഷോർട്ട് ആക്കുമ്പോൾ 3x1 അത് 120 വെച്ചിട്ട് ഇതിന ഹോൾ ഡിവൈഡഡ് ബൈ 120 വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് 360/120 എന്ന് പറഞ്ഞാൽ 3x1 3 ആ കിട്ടുക. 3x1 240/120 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ടേമിനെ 120 ചെയ്തതിനാ 48 കിട്ടും. സോ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ദെൻ
Further, the number of set both types should be not exceed 20. 20നെ കാട്ടിയും രണ്ട് എന്ത് പറയാ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. So both types. So first type x1 അല്ലേ, x1 plus x2 less than or equal to 20. കാരണം 20നെ കാട്ടും എക്സീഡ് ചെയ്യാൻ പാടില്ല. അതായത് നമ്പർ അത് 20 ആണ്, നമ്മൾ 20 റേഡിയോസ് ആണ്, അല്ലെങ്കിൽ 20ന് താഴെ, 20ന് മേലെ വാങ്ങുന്നില്ല, 20 എണ്ണേ വിൽക്കാൻ പറ്റുമെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇങ്ങനെ എഴുതിയത്. സിൻസ് ദ ടോട്ടൽ പ്രോഫിറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താ ടോട്ടൽ പ്രോഫിറ്റ് ഡെലിവേർഡ് ഫ്രം സെല്ലിംഗ് ദ x1 എന്ന് പറയുന്നത് ടൈപ്പ് എയും ആൻഡ് സെറ്റ്സ് ആൻഡ് x2 എന്ന് പറയുന്നത് ടൈപ്പ് ബി സെറ്റ്സ് ആണെങ്കിൽ therefore the retailer earns a profit rs 50x1 on type A and 40x2 on type B. പ്രോഫിറ്റ് നമുക്ക് ഓരോന്നും അത് എ എന്നുള്ളതിൽ 50 രൂപ കിട്ടുന്നു ആൻഡ് ബി എന്നുള്ളതിൽ 40 റുപ്പീസ് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദ ടോട്ടൽ പ്രോഫിറ്റ് പറയുന്നത് സെഡ്, ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ സെഡ് എന്നുള്ള ഒരു വേരിയബിൾ ആയിട്ട് ചെയ്തപ്പോൾ 50x1 plus 40x2 is equal to 5 എന്നും കിട്ടി. Hence the mathematical formulation of the given linear programming problem is follows. അതായത് find x1 x2 which നമ്മൾ നോക്കാം, ഇത്രയും z എന്ന് പറഞ്ഞതാ ലാസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടത് 50x1 plus 40x2 and subject to the conditions. എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട് ഇവിടെ? 3x1 plus 2x2 less than or equal to 42 നമ്മൾ കണ്ടു, x1 plus x2 less than or equal to 20 കണ്ടു, സ്റ്റാർട്ടിങ്ങിൽ x1 greater than or equal to 0, x2 greater than or equal to 0. സോ ഇത്രയും കൺസ്ട്രെയിൻ ഉണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന പോലെ. ദെൻ ജോമെട്രിക് അപ്രോച്ച് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ് നെക്സ്റ്റ് പറയുന്നത്. Let us consider a simple problem in two variables x and y. Find x and y which satisfies the following conditions. ഇവിടെ നോക്കാം, x plus y is equal to 4 ഉം 3x plus 4y is equal to 14 ഉം. So solving this equation, രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x equal to 2 and y equal to 2. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ഈ ഇക്വേഷനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 3x ഉം 3x ഉം വരും, മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ -3y is equal to -10. അങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് ഇതിന്റെ വാല്യൂസ് എക്സിന്റെയും വൈന്റെയും വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ഹാപ്പൻസ് വെൻ ദ നമ്പർ ഓഫ് ഇക്വേഷൻസ് ആൻഡ് വാരിയബിൾസ് ആർ മോർ? എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, we find the unique solution for such system of equations. However, a unique solutions for a set simultaneous equation in n variables can be obtained if there are exactly n relations. What will happen when the number of relations is greater than or less than n? Number of relation greater or less than or n number എന്താ സംഭവിക്കുക എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. So a unique solution will not exist, but the number of trial can be found. Unique solution കിട്ടൂല, പക്ഷെ number of trials എന്നുള്ളത് ഫൗണ്ട് ചെയ്യും. Then നെക്സ്റ്റ് പറയാനുള്ളത് again if the number of relations are greater than or less than the number of variables involved and the relations are in the form of inequalities, in the formula relations ഉണ്ടാവുക. Again if the number of പറഞ്ഞു, can we find the solution for such system? Whenever the analysis of a problem leads to minimizing or maximizing a linear expression in which the variable must obey a collection of linear inequalities, a solution may be obtained using linear programming technique. One way to solve linear programming problems that involve only two variables is geometric approach is called a graphical solution of a
linear programming problem. So linear programming solution of a linear programming problems ആണ് പറയുന്നത്. First, solution of linear programming problems. So in the previous section, we have seen the problems in which the number of relations are not equal to the number of variables and many of the relations are in the form of inequations. അതായത് ഒന്നിക്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെയാണല്ലോ. To maximize a linear functions of the variable subjected to such conditions. Now the question is how one can find a solution for such problems. To ഇതിന് ആൻസർ ചെയ്യണമെങ്കിൽ let us consider the system of equations and inequations. ഇവിടെ നോക്കാം. We know that x greater than or equal to 0 represents the region lying towards the toward the right of y-axis. അതായത് നമ്മുടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് പറയുന്നതെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എക്സിന്റെ ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങോട്ടേക്കാ വരാം. അതായത് ടുവേർഡ്സ് റൈറ്റ് ഓഫ് വൈ ആക്സിസ്, റൈറ്റ് സൈഡ് വൈ ആക്സിസ് പറഞ്ഞാൽ ഇതല്ലേ, അതിന്റെ റൈറ്റ് സൈഡിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0. അല്ലെങ്കിൽ സിമിലർലി ദ റീജിയൻ റെപ്രസെന്റ് വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എബവ് ദ എക്സ് ആക്സിസ് ഇൻക്ലൂഡിങ് ദ എക്സ് ആക്സിസ്. വൈ ഗ്രേറ്റർ ദാൻ 0 പറഞ്ഞാൽ ഇതാ ഇങ്ങോട്ടേക്ക്. ഓക്കെ, എക്സ് ഗ്രേറ്റർ പറയുമ്പോൾ എപ്പോഴും ഇത് താഴെ മേലെ ഇങ്ങോട്ടേക്കാണ്, വൈ ഗ്രേറ്റർ പറയുമ്പോൾ മേലോട്ടേക്കാണ്. അത് നമ്മൾ പഠിക്കും. So the question arises, what region will be represent x greater than 0, y greater than 0 simultaneously എന്നാണ് ചോദിക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ 0ഉം വൈയും ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള റീജിയൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പറയൊന്നുമില്ലതാ, ഇവിടെ എക്സ് ഗ്രേറ്റർ പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ വൈ ഇന്ന് റൈറ്റോട്ട്, ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ 0 പറയുമ്പോൾ എന്താ മേലോട്ടേക്ക്. ഈ ഒരു റീജിയൻ ആയിരിക്കും എന്താ എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ദ region given x greater than 0, y greater than 0 will consisting of those points which are common to both x greater than 0 and y greater than 0. It is first quadrant of the plane. ഇതിനെ first quadrant of the plane എന്ന് പറഞ്ഞിട്ട് പറയും. So next we consider the graph of equations x plus 2y less than 8 less than or equal to 8. For this, first we draw the line x plus 2y is equal to 8. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസിൽ, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ വരുമ്പോൾ നമ്മൾ അത് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇക്വേഷൻ ഫോമിലാക്കുക. എന്നിട്ട് അതിന്റെ നമ്മൾ എന്താക്കുക, ലൈൻ വരക്കാം. ആൻഡ് ദെൻ ഫൈൻഡ് ദ റീജിയൻ സാറ്റിസ്ഫൈങ് എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. എന്നിട്ടാണ് നമ്മൾ അതിന്റെ ലെസ് ദാൻ ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ റീജിയൻ എങ്ങോട്ടേക്കാണ് വരുന്നത് നോക്കാം. Usually we choose x equal to 0 to calculate the corresponding values of y and choose y equal to 0 and calculate the corresponding values of x and obtain two sets of values. So this method fails if the line is parallel to either of the axis or passes through the origin. In this case, we choose any arbitrary value x and choose y as to satisfy the equations. നമ്മൾ ഈ ഇക്വേഷൻസ് ലൈൻ വരക്കാൻ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ ലൈൻ വരക്കണമെങ്കിൽ എക്സ് പോയിന്റ്സും വൈ പോയിന്റ്സും ഒക്കെ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് എക്സിന്റെ വാല്യൂ വൈന്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ എക്സിന്റെ വാല്യൂ 0 ആയിട്ട് എടുക്കുക. ആൻഡ് എന്താ പറയാ, വൈ എക്സിന്റെ വാല്യൂ ആണ് കണ്ടെത്തണമെങ്കിൽ വൈന്റെ വാല്യൂ 0 ആയിട്ട് എടുക്കുക. അങ്ങനെയാണ് കണ്ടെത്തുക. പക്ഷെ ഈ ഒരു കേസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത അല്ലെങ്കിൽ ഈ ഒരു കേസ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത, ഫെയിൽ ചെയ്യുന്ന ചാൻസ് എപ്പോഴാണെന്ന് വെച്ചാൽ ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മൾ ഈ ലൈൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു 0 എന്നുള്ള സംഭവം കൊടുക്കാൻ പറ്റില്ല. സോ ആ സമയത്ത് നമുക്ക് എക്സിനും വൈക്കും ഏത് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. സോ നമുക്ക് എന്താക്കാം, ഇവിടെ ഈ ഇക്വേഷനിൽ എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുള്ളത്, 8 ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാം, എക്സിന് നമ്മൾ 0 കൊടുക്കുന്ന ടൈമിൽ എക്സ് ഈക്വൽ ടു 0. അപ്പൊ ഈ ഇക്വേഷനിൽ എക്സിന് 0 കൊടുത്ത് നോക്കിയാൽ നിങ്ങൾ എക്സിന് 0 പ്ലസ് 2y ഇസ് ഈക്വൽ ടു 8. 2y ഈക്വൽ ടു 8 ആണല്ലോ കിട്ടുക, കാരണം എക്സ് 0 ആയി പോയല്ലോ. അപ്പം ഇവിടെ നമുക്ക് y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 8/2. 8/2 എന്താ 4. അപ്പൊ ഇതിന്റെ നമുക്ക് പോയിന്റ് എങ്ങനെ പറയാൻ പറ്റും, എക്സ് 0ഉം y 4ഉം ആണെങ്കിൽ 0 4 ഇതാ. നെക്സ്റ്റ് വൈക്ക് 0 കൊടുക്കുന്നു.
ഈ ടേമിൽ വൈക്ക് 0 കൊടുക്കുന്നു. അപ്പൊ എക്സ് ഈക്വൽ ടു ഡയറക്റ്റ് 8. കാരണം എക്സ് പ്ലസ് 2y എന്ന് പറയുന്ന ടേം 0 ആയി പോയി. എക്സ് 8. അപ്പോൾ ഇതെന്താ 8 0 എന്നുള്ളതായിരിക്കും ഈ ഒരു പോയിന്റ് വരിക. കാരണം എക്സ് വൈ എന്നല്ലേ പോയിന്റ്. ഇവിടെ പോയിന്റ് പറയുന്നത് 0 4 ആയിരിക്കും. കാരണം എക്സ് ഇവിടെ 0 y 4. ഈ കേസിൽ എക്സ് 8 y 0. അപ്പൊ 2 പോയിന്റ്സ് നമുക്ക് ഇത് രണ്ടും കിട്ടി. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. So, and joining them by a straight line, we obtain the graph of the line given. കിട്ടും. അത് നമ്മൾ 2 പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് 2 പോയിന്റും ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരക്കാം. അപ്പോൾ നമുക്ക് എന്താ ഈ ഒരു ലൈൻ കിട്ടും. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലൈൻ കിട്ടും. സോ നോക്ക്, ആദ്യം പറഞ്ഞു 8 0 എന്നുള്ള പോയിന്റ്. 8 0 പറഞ്ഞാൽ എക്സ് ആക്സിസ് 8, വൈ ആക്സിസ് 0. നെക്സ്റ്റ് 0 4, 4 വൈ ആക്സിസ് 0 എക്സ് ആക്സിസ്. ഇപ്പോൾ 2 ലൈൻ വരച്ചു. നമ്മൾ ഈ ഒരു ലൈൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരച്ചു. മനസ്സിലായോ? We have already seen that x greater than 0, y greater than 0 represent the first quadrant. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് x greater than 0 y greater than 0 ഉണ്ടാവുക. നമ്മളിപ്പം കുറച്ച് മുന്നേ അത് പറഞ്ഞിട്ടുണ്ട്. So the graph is given by x plus 2y less than 8 lies towards that side of the line x plus 2y equal to 8. കാരണം ഇവിടെ ലെസ് ദാൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വരാ? In which towards the side of the line which the origin is situated, because any point in this region will satisfy the inequality. Hence, the shaded region in the figure represents x greater than 0, y greater than 0, and x plus y less than or equal to 8. അപ്പൊ ആ ഒരു ലൈൻ വരച്ചിട്ട് ലെസ് ദാൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0യും വൈ ഗ്രേറ്റർ ദാൻ 0യും എക്സ് പ്ലസ് വൈ ലെസ് ദാൻ. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എപ്പോഴും താഴോട്ടേക്ക്, ഗ്രേറ്റർ പറയുമ്പോൾ ലൈനിന്റെ മേലോട്ടേക്ക് വരക്കേണ്ടത്. സോ ഇത് ലെസ് ദാൻ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0യും വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഇത് വരും. നമ്മളിപ്പോ ഇങ്ങനെ വരക്കുന്നു, എക്സും വൈയും വരക്കുന്നു. ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്തു. ആൻഡ് ഇതിന്റെ ഈ ഒരു എന്താ നമുക്ക് വേണ്ട ലൈനാണ് ഇത്. ഇതിന്റെ ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മേലോട്ടേക്ക് വരക്കാം. പക്ഷെ ഇവിടെ ക്വസ്റ്റിൽ ഇതിന്റെ ലെസ് ആയിട്ടാണ് പറഞ്ഞത്. ലെസ് പറയുമ്പോൾ താഴേക്ക് വരക്കാം. അതുപോലെ ഒരു കണ്ടീഷൻ ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ. അത് ഇങ്ങോട്ടേക്കാണ്. വൈ ഗ്രേറ്റർ ദാൻ 0 പറയുന്ന കണ്ടീഷൻ ഇവിടുന്ന് മേലോട്ടേക്കാണ്. സോ നമുക്ക് ഇത് ഈ സൈഡിലോട്ട്, ഇത് മേലോട്ടേക്ക്, ആൻഡ് ഇത് ഇങ്ങോട്ടേക്ക്. അപ്പം ഈ ഒരു ഷെയ്ഡഡ് റീജിയൺ ആയിരിക്കും എന്താ നമുക്ക് വേണ്ടത്. സോ സിമിലർലി നമുക്ക് എന്താ, if we have considered the regions bound x greater than 0, y greater than 0, x plus 2y greater than or equal to 8, then it will be lie in the first quadrant, and on that side of the line x plus 2y is equal to 8, which is origin is not located. The graph is shown by the shaded region. ഇതായിരിക്കും ഇതിന്റെ എന്താ പറയാ ഷെയ്ഡഡ് റീജിയണിൽ വരുന്നത്. അതായത് ഇവിടെ എന്താ പറയുന്നത്, ഗ്രാഫ് നമുക്ക് ലെസ് ദാൻ അല്ല ഗ്രേറ്റർ ദാൻ 8 ആണെന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ 8ഉം എക്സ് ഗ്രേറ്റർ ദാൻ 0യും വൈ ഗ്രേറ്റർ ദാൻ 0യും. അതാ ഈ വൈക്ക് ഇത് ഗ്രേറ്റർ ആണെങ്കിൽ ഇങ്ങോട്ടേക്കായിരിക്കും പോവുക എല്ലാം, ഈ ലൈനിന്റെ മേലോട്ടേക്ക്. This the shaded region in which all given constraints are satisfied is called a feasible region. അതായത് ഒരു feasible region എന്ന് പറഞ്ഞാൽ a set of values of variables of a linear programming problem which satisfies the set of constraints and non-negative restrictions is called a feasible region. അതായത് ഈ feasible എന്ന് വെച്ചാൽ ഒരു set of variables of linear programming problem. ഇതിലുള്ള ഒരു set of variables ആണ്. അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ആൻഡ് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പറയാം? ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം.